പ്രിയമുള്ളവരെ, മകളെ സ്കൂളിൽ വിട്ടിട്ട് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് വീട്ടിലെത്തിയപ്പോൾ മനം മടുപ്പിക്കുന്ന ഒരു ന്യൂസ് കാണാൻ ഇടവന്നു. എൻ്റെ മാത്രം മനസ്സ് മടുത്താൽ പോരല്ലോ, നിങ്ങളും കൂടെ ഒന്ന് നോക്കുക. യുവതി മരിച്ചു എന്നതാണ് വാർത്ത. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കണ്ണൂരിൽ നിന്ന്. കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ യുവതി മരിച്ചു എന്നതാണ് വാർത്ത. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന വാർത്ത അദ്ദേഹം പറഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ നോക്കേണ്ടത് മറ്റൊന്നുമല്ല. നോക്കുന്നത് എത്ര പേര് കണ്ടു? 5,000 എബോ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഈ ന്യൂസ്. 94 ലൈക്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് പറഞ്ഞോളട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ വാർത്ത കണ്ടു കാണുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതുപോലെ കൊല്ലാനിരിക്കുന്നവരും കൊല്ലപ്പെടാൻ സാധ്യതയുള്ളവരുടെയും ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇതുപോലെ 5,000 എബോവ് വ്യൂസും പിന്നെ 94 ലൈക്സും ഒക്കെ കിട്ടാനേ ഉള്ളൂ. കൂടുതലൊന്നുമില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ഈ നാട്ടിലൊന്നും സംഭവിക്കാനില്ല. ഈ പറയുന്ന ഞാൻ ചത്താലും ജീവിച്ചാലും ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ ഗുണം എന്ന് പറയുന്നത്. അത് വളരെ വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതേ രീതിയിൽ ഓരോ അതിക്രമങ്ങൾ കാണിക്കാനാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പോയി. അപ്പോൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കുക. ആത്മഹത്യ ചെയ്യാനിരിക്കുന്നവരും കുത്തിക്കൊല്ലാനിരിക്കുന്നവരും പെട്രോൾ ഒഴിച്ച് കത്തിക്കാനിരിക്കുന്നവരുടെയും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അവരാരും ഇത് കാണുമെന്ന് തോന്നുന്നില്ല. എങ്കിലും തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം.